ലോകമെമ്പാടും 2 കോടിയോളം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാമിക വിഭാഗമാണ് അലവികൾ. ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ 8ാമത്തെ മതവിഭാഗമായി അലവികളെ അംഗീകരിച്ചിട്ടുണ്ട്. ഹാജി ബക്താഷ് വേലി എന്ന് അറിയപ്പെടുന്ന തുർക്കി സ്വദേശിയായ ഇസ്ലാമിക പണ്ഡിതൻ്റെ അനുയായികളെയാണ് അലവികൾ എന്ന് വിളിക്കുന്നത്. തുർക്കിയിലെ ഒരു ആദിവാസി സംസ്കാരമാണ് പൊതുവെ അലവികൾക്കുള്ളത്. സുന്നികളുമായും ഷിയാക്കളുമായും സാദൃശ്യമുണ്ടെങ്കിലും സുന്നി ഇസ്ലാമിൻ്റെയും ഷിയ ഇസ്ലാമിൻ്റെയും ഒരു സങ്കര വിഭാഗമാണ് അലവികൾ എന്ന് പറയുന്നതിൽ തെറ്റില്ല. കൃത്യമായ നിയമങ്ങളും സംഹിതകളും അലവി മുസ്ലിങ്ങൾക്കില്ലെങ്കിലും പരമ്പരാഗതമായി വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അവർക്കുള്ളത്. സൂഫികളുമായി വലിയ സാദൃശ്യം അലവി മുസ്ലിങ്ങൾക്കുണ്ട്. ഇസ്ലാമിൻ്റെ 6 അടിസ്ഥാന പ്രമാണങ്ങളും അലവികൾ അംഗീകരിക്കുന്നുണ്ട്. ആദ്യകാലത്ത് ഒരു സൂഫി ഓർഡറായിട്ടാണ് അലവികളെ കണക്കാക്കിയിരുന്നത്. എന്നാൽ 16ാം നൂറ്റാണ്ടിൽ ഷിയാക്കളുടെ പല വിശ്വാസങ്ങളും അലവികൾ സ്വീകരിക്കുകയും ഷിയാക്കളുടെ ഭാഗമായി കണക്കാക്കപ്പെടുവാൻ തുടങ്ങുകയും ചെയ്തു. 15ാം നൂറ്റാണ്ടോടെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം അലവികൾക്ക് കൈവരുകയും ചെയ്തു. ഇപ്പോൾ തുർക്കിയിലാണ് കൂടുതൽ അലവികളും താമസിക്കുന്നത്. തുർക്കിയുടെ ജനസംഖ്യയുടെ 25% അലവികൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. മുഹമ്മദ് നബിയുടെ മച്ചിനേനായ അലി ഇബ്നു അബി താലിബുമായുള്ള ബന്ധമാണ് ഈ വിഭാഗത്തെ അലവികൾ എന്ന് വിളിക്കുവാൻ കാരണമായത്. സോണർ കഗാബ്തെ എന്ന പണ്ഡിതൻ അലവികൾ ഇസ്ലാമിൻ്റെ അൺസ്ട്രക്ചേർഡായ ഒരു ഇൻ്റർപ്രിട്ടേഷനായി കണക്കാക്കുന്നു. പത്രപ്രവർത്തകനായ പാട്രിക് കിങ്സ്ലി അലവികളെക്കുറിച്ച് ഒരു പഠനം നടത്തുകയും അവർ ഒരു മതവിഭാഗമല്ലെന്നും സാംസ്കാരിക വിഭാഗമാണെന്നും അഭിപ്രായം പറയുകയുണ്ടായി. അലവികളുടെ പല വിശ്വാസങ്ങളും രഹസ്യമായി സൂക്ഷിക്കപ്പെടുന്നു. ഇമാമുമാർക്ക് മാത്രമേ അവ അറിയുകയുള്ളൂ. സാധാരണക്കാർ ഇമാമുമാർ പറയുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും അലവികൾ ഷഹാദ ചൊല്ലുമെങ്കിലും അതിൻ്റെ കൂടെ അലി ഇബ്നു അബി താലിബ് അള്ളാഹുവിൻ്റെ സുഹൃത്താണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. ധാരാളം പാട്ടുകളും നൃത്തങ്ങളും അലവികൾക്ക് സ്വന്തമായിട്ടുണ്ട്. അലവികളുടെ പ്രപഞ്ച വീക്ഷണത്തിൽ അള്ളാഹുവും സത്യവും ഒന്നു തന്നെയാണ്. ഈ ഭൂമിയും അതിലുള്ള സർവ്വചരാചരങ്ങളും അള്ളാഹു സൃഷ്ടിച്ചതായതുകൊണ്ട് അവ അള്ളാഹുവിൻ്റെ പ്രതിഫലമായിരിക്കണമെന്ന് അലവികൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിലും മുഹമ്മദ് നബിയിലും അലി ഇബ്നു അബി താലിബിലും വിശ്വസിക്കുന്നത് അലവികൾക്ക് നിർബന്ധമാണ്. ഇത്തരത്തിൽ ത്രികോണാകൃതിയിലാണ് അലവികളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ചെകുത്താനിലും ജിന്നിലും വിശ്വസിക്കുന്നു. ഖുർആൻ നേരിട്ട് പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അലവികൾക്ക് അനുവാദമില്ല. എല്ലാ അലവികളും വ്യത്യസ്തമായ ഇമാമുമാരുടെ കീഴെ ജീവിക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് ഖുർആൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അലവികളുടെ സാമൂഹ്യക്രമത്തിൽ 5 മഹാപാപങ്ങളുണ്ട്. ഒന്നാമത്തേത് കൊലപാതകവും, രണ്ടാമത്തേത് വ്യഭിചാരവുമാണ്, മൂന്നാമത്തേത് തക്കതായ കാരണമില്ലാത്ത വിവാഹമോചനമാണ്, നാലാമത്തേത് മോഷണമാണ്, അഞ്ചാമത്തേത് സുഹൃത്തുക്കളെ വഞ്ചിക്കുന്നതും അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതുമാണ്. എപ്പോഴും ഗോസിപ്പ് ചെയ്യുന്ന മലയാളികൾക്ക് അലവി ഇസ്ലാമിൽ അംഗത്വം കിട്ടുവാൻ പ്രയാസമാണ്. ധാരാളം നൃത്തവും സംഗീതവുമുള്ള അലവികളുടെ സംസ്കാരം വളരെ ആകർഷണീയമാണെന്ന് പാശ്ചാത്യരായ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചാണ് ഡാൻസ് ചെയ്യുക. മുഹറം മാസത്തിൽ 12 മാസം അലവികൾ നോമ്പ് നോക്കുന്നു. അതിൽ അവസാനത്തെ ദിവസം സദ്യയും ഉണ്ടാകും. സദ്യക്ക് പ്രത്യേകമായ അലവി വിഭവങ്ങൾ വിളമ്പുകയും ചെയ്യും. പഴങ്ങളും അണ്ടിപ്പരിപ്പും ധാന്യങ്ങളും ചേർത്ത പുഡിംഗാണ് അലവികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷ്യവിഭവം. ധാരാളം അന്ധവിശ്വാസങ്ങളും അലവികൾ ഗൗരവത്തോടെ ആചരിക്കാറുണ്ട്. മക്ബറകളിൽ മെഴുതിരി കത്തിച്ചു വെക്കുന്നതും മരങ്ങളിൽ തുണിക്കഷ്ണങ്ങൾ കെട്ടിവെക്കുന്നതും മക്ബറകളിൽ പണം വിതറുന്നതും മരിച്ചവരോട് നേരിട്ട് സഹായം അഭ്യർത്ഥിക്കുന്നതും തീർത്ഥാടന കേന്ദ്രങ്ങളിലെ മതിലുകളിൽ മുഖമമർത്തി കരയുന്നതും ടർക്കി കോഴികളെ ബലി കൊടുക്കുന്നതും അലവികളുടെ ആചാരമാണ്. അസുഖം വരുമ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നതിന് പകരം തങ്ങളുടെ അടുത്ത് പോകുന്ന മലയാളി ആചാരങ്ങൾ അലവികൾക്കുമുണ്ട്. പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ സിയാറത്ത് നടത്തുന്നത് അലവികളുടെ ജീവിതശൈലിയുടെ ഭാഗമാണ്. പ്രത്യേകിച്ചും ഇസ്താംബൂൾ നഗരത്തിലാണ് കൂടുതൽ അലവി തീർത്ഥാടന കേന്ദ്രങ്ങളുള്ളത്. എങ്കിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇവയുണ്ട്. അലവികളുടെ ഇടയിൽ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യവും ഉയർന്ന വിദ്യാഭ്യാസം സിദ്ധിക്കുവാനുള്ള അനുവാദവുമുണ്ട്. ഇഷ്ടമുള്ള ജോലി സ്വീകരിക്കുവാനും അലവികൾ സ്ത്രീകളെ അനുവദിക്കാറുണ്ട്.
ഇറാനിലെ ആയത്തുള്ള ഖുമൈനി അലവികൾ ഷിയാക്കളാണെന്ന് പ്രസ്താവിക്കുകയും അവരെ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് നബിയോടും അലി ഇബ്നു അബി താലിബിനോടും ഒരേ ബഹുമാനം കാണിക്കുന്ന അലവികൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് ഈ വ്യക്തികളെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സിറിയയിലെ അലാവൈറ്റ് വിഭാഗം തുർക്കിയിലെ അലവികളുമായി സാദൃശ്യമുള്ളവരാണ്. എന്നാൽ സുന്നി മുസ്ലിങ്ങളുമായി അലവികൾ ഒട്ടും തന്നെ യോജിച്ചു പോകുന്നില്ല. പരസ്പരം സംശയവും മുൻവിധിയും നിറഞ്ഞ ഒരു നിലപാടാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളത്. തുർക്കിയിൽ നൂറ്റാണ്ടുകളായി ആയിരക്കണക്കിന് അലവികളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അടുത്ത കാലത്തായി അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിലച്ചിട്ടുണ്ട്. തുർക്കിയുടെ രാഷ്ട്രപതി റജബ് തയ്യിബ് എർദോഗാൻ അലവികളെ വെറുതെ വിടുകയും എന്നാൽ അവർ പ്രത്യേകമായ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോകുന്നത് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ഒരേ പള്ളിയിൽ വന്ന് നിസ്കരിക്കണമെന്ന് റജബ് തയ്യിബ് എർദോഗാന് നിർബന്ധമുണ്ട്. എന്നാൽ അലവികൾ ഇത് അനുസരിക്കുവാൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല. അലവികൾക്ക് പ്രത്യേകമായ വ്യക്തിത്വമുണ്ടെന്നും അത് അംഗീകരിക്കുവാൻ തുർക്കിയിലെ ഭരണകൂടം തയ്യാറാവണമെന്നും അവർ ആവശ്യപ്പെടുന്നു. സൈപ്രസിലും ഗ്രീസിലും ഇറാനിലും ജർമ്മനിയിലും ഫ്രാൻസിലും ധാരാളം അലവികൾ താമസിക്കുന്നു. ഇംഗ്ലണ്ടിൽ വലിയ എണ്ണം അലവികളുണ്ട്.